Good morning, everyone. Today we are going to learn 9th Standard History Chapter 4 മധ്യകാല ഇന്ത്യ രാജസങ്കല്പവും ഭരണരീതി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് എന്താണ് പഠിച്ചത്? നമ്മൾ ചോള രാജാക്കന്മാരുടെ ഭരണത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ? ചോള ഭരണം എങ്ങനെയായിരുന്നു? ഉത്തരമേരൂർ ശാസനത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ? പ്രഗത്ഭരായ രാജാക്കന്മാർ ആരായിരുന്നു? ആരൊക്കെയായിരുന്നു? രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ, അവരെയൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? രാജേന്ദ്ര ചോളനെയാണ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? നമ്മുടെ ജാഗിർദാരി സമ്പ്രദായത്തെ കുറിച്ച് പഠിച്ചു, മാൻസാബ്ദാരി പഠിച്ചു, ദിന്നിലാഹി പഠിച്ചു. ഇതൊക്കെ ആരുടെയാണ്? അക്ബറിന്റെ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ടെസ്റ്റ് ഒക്കെ എഴുതുന്നവരും അതുപോലെ തന്നെ നമ്മുടെ കേറ്ററ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ല പോലെ വായിച്ചു വെക്കുക. ഇതിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നലെ ചോള ഭരണം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിജയനഗര സാമ്രാജ്യം. വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇവിടെ കൃഷ്ണദേവരായർ എഴുതിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായിരുന്ന അമുക്തമാലാദ്യ, ഇതാണ് അമുക്തമാലാദ്യ. എഴുതിയത് ആരാണ്? കൃഷ്ണദേവരായർ. അദ്ദേഹം ഇവിടെ ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹമാണ് കൃഷ്ണദേവരായർ, അറിയാലോ. അപ്പൊ ദേവരായർ ആരായിരുന്നു? നമ്മുടെ വിജയനഗര സാമ്രാജ്യ സ്ഥാപകന്റെ പേരാണ് കൃഷ്ണദേവരായർ. അദ്ദേഹം എന്താണ്? സജ്ജനങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? സംരക്ഷിക്കുക, ദുഷ്ടരെ ശിക്ഷിക്കുക എന്നൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ ഒന്നും അവഗണിക്കരുത് എന്നൊക്കെയാണ് കൃഷ്ണദേവരായർ. അമുക്തമാലദ്യ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര്. വിജയനഗര സാമ്രാജ്യ സ്ഥാപകൻ ആരായിരുന്നു? കൃഷ്ണദേവരായർ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു ഭരണ വ്യവസ്ഥയിൽ രാജാവിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന കൃഷ്ണദേവരായരുടെ വരികളാണ് മുകളിൽ കോഴ്സായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് നോക്കാം. അതായത് വിജയനഗര സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃത രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്നത് കേന്ദ്രീകൃത രാജഭരണമായിരുന്നു. ശക്തമായ സൈന്യത്തിന്റെ പിൻബലം രാജാവിനുണ്ടായിരുന്നു. ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുന്നതിനായി വിശാലമായ കോട്ടകളൊക്കെ എന്ത് ചെയ്തു? ഇദ്ദേഹം നിർമ്മിച്ചു. വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്ര ഭരണം നായങ്കര സമ്പ്രദായം എന്നറിയപ്പെട്ടു. അപ്പോൾ നായങ്കര സമ്പ്രദായം കൊണ്ടുവന്നത് ഏത് സാമ്രാജ്യമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ വിജയനഗര സാമ്രാജ്യമാണ്. അതുപോലെ തന്നെ പ്രാദേശിക ഭരണത്തെ അയ്യഗാർ എന്നും അറിയപ്പെട്ടു. അപ്പോൾ പ്രാദേശിക ഭരണത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? അയ്യഗാർ സമ്പ്രദായം. അപ്പൊ അത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. നായങ്കര സമ്പ്രദായം കൊണ്ടുവന്നതും അതുപോലെ അയ്യങ്കാർ സമ്പ്രദായം എന്ന് പറയുന്ന പ്രാദേശിക ഭരണമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, നായങ്കര ഭരണം നായങ്കര എന്ന് പറയുന്ന സമ്പ്രദായം ഏത് ഭരണത്തെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? കേന്ദ്ര ഭരണം. അയ്യങ്കാർ എന്ന് പറയുന്ന സമ്പ്രദായം ഏത് ഭരണത്തെ സൂചിപ്പിക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഏതാണ്? പ്രാദേശിക ഭരണത്തെ സൂചിപ്പിക്കുന്നു. ഈ രണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, നായങ്കര, അയ്യഗാർ എന്ന് പറയുന്ന സമ്പ്രദായങ്ങൾ ആരുടെ ഭരണകാലത്താണ് നടപ്പിലാക്കിയത്? ആരുടെയാണ്? നമ്മുടെ ഈ കൃഷ്ണദേവരായരുടെ കാലത്താണ് നടപ്പിലാക്കിയത് എന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ഒരു കോട്ട കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അദ്ദേഹം സ്ഥാപിച്ചതാണ് ബേലൂർ കോട്ട. അപ്പൊ ബേലൂർ കോട്ട സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ കൃഷ്ണദേവരായർ ആണ് എന്ന് ഓർത്തു വെക്കുക. എന്താണ് നായങ്കര സമ്പ്രദായം എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതായത് വിജയനഗര സാമ്രാജ്യത്തിന്റെ കേന്ദ്ര ഭരണത്തിന്റെ തലവൻ ആരായിരുന്നു? രാജാവായിരുന്നു. രാജാവിനെ സഹായിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? മന്ത്രിമാരും രാജകീയ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ സൈന്യമാണ് രാജാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് ഉണ്ടായിരുന്നത്. പ്രവിശ്യ ഗവർണർമാർ തങ്ങളുടേതായ നിശ്ചിത സൈന്യത്തെ സംരക്ഷിച്ച് നിലനിർത്തിയിരുന്നു. അതുപോലെ രാജാവ് ആവശ്യപ്പെടുമ്പോൾ അവർ സൈന്യത്തെ വിട്ടുകൊടുത്തിരുന്നു. അതുപോലെ സൈനിക മേധാവികൾ കൂടിയായിരുന്ന ഇവർക്ക് രാജാവ് നായക് എന്ന പദവിയും നിശ്ചിത ഭൂമിയും നൽകിയിരുന്നു. കേന്ദ്രത്തിൽ നിലനിന്നിരുന്ന ഈ ഭരണരീതിയാണ് നായങ്കര എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ നായക് എന്ന് പറയുന്നത് എന്താണ്? നിശ്ചിത ഭൂമിയും രാജാവ് സൈനിക മേധാവിയായിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് കൊടുക്കുന്ന പദവിയാണ് നായക് എന്ന് പറയുന്ന പദവി. നായകര എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നായങ്കര സമ്പ്രദായം? അതായത് കേന്ദ്രത്തിൽ അതായത് നിശ്ചിത ഭൂമി നൽകി അവർക്ക് കേന്ദ്രത്തിൽ നിലനിന്നിരുന്ന ഈ ഭരണ രീതിയാണ് നായങ്കര എന്ന സമ്പ്രദായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അടുത്ത് നമുക്ക് ലെറ്റ് us see അയ്യങ്കാർ സമ്പ്രദായം. എന്താണ്? അയ്യങ്കാർ സമ്പ്രദായം.
എന്താണെന്ന് നോക്കാം. അതായത് ഭരണ സൗകര്യത്തിന് വേണ്ടി സാമ്രാജ്യത്തെ പ്രവിശ്യകൾ, നാടുകൾ, അതുപോലെ ഗ്രാമങ്ങൾ എന്നിങ്ങനെ പലതായി വിഭജിച്ചിരുന്നു. ഗ്രാമമായിരുന്നു അടിസ്ഥാന ഘടകം. അപ്പൊ എങ്ങനെയായിരുന്നു? നാട്, ഗ്രാമം എന്നിങ്ങനെ പ്രവിശ്യ എന്നിങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഏറ്റവും പ്രമുഖം എന്ന് പറയുന്നത് ഗ്രാമമായിരുന്നു. അതുപോലെ തന്നെ ചോള ഭരണകാലത്തെ പോലെ ഇവിടെ എന്തുണ്ടായിരുന്നു? ചോള ഭരണകാലത്ത് ഗ്രാമസഭകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ അതുപോലെ ഇവിടെയും ഉണ്ടായിരുന്നു, ഗ്രാമസഭകൾ പ്രവർത്തിച്ചു വന്നിരുന്നു. ഉദ്യോഗം വഹിച്ചു പോകുന്ന അയ്യകാർമാരാണ് ദൈനംദിന ഗ്രാമഭരണം. അപ്പോൾ ദൈനംദിന ഗ്രാമഭരണം ഭരിച്ചിരുന്ന ആളുകളെ അറിയപ്പെട്ട പേരാണ് അയ്യകാർ എന്ന് ഓർത്തു വെക്കുക. അതുപോലെ കേന്ദ്ര ഭരണത്തിലെ നായക പദവിക്ക് സമാനമായിരുന്നു ഗ്രാമഭരണത്തിൽ അയ്യകാർമാർക്ക് ഉള്ള സ്ഥാനം. അതായത് കേന്ദ്ര ഭരണത്തിൽ നായക എന്ന് പറയുന്ന പദവിക്ക് സമാനമായിരുന്നു ഗ്രാമഭരണത്തിൽ അയ്യകാർമാർക്കുള്ളത്. അപ്പൊ അയ്യകാർമാർ ആയിരുന്നു? ഗ്രാമം ഭരിച്ചിരുന്നത്. അതായത് ഗ്രാമം എന്ന് പറയുന്ന ഉദ്യോഗം പരമ്പരാഗതമായി ഉദ്യോഗം വഹിച്ചു പോകുന്ന അയ്യകാർമാരാണ് ദൈനംദിന ഗ്രാമഭരണം നിർവഹിച്ചിരുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് മറാത്ത ഭരണം. അപ്പൊ നമ്മൾ വിജയനഗര സാമ്രാജ്യ സ്ഥാപകൻ ആരെന്ന് പഠിച്ചു. നമ്മുടെ കൃഷ്ണദേവരായരാണ്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന സമ്പ്രദായങ്ങൾ പഠിച്ചു. നായങ്കര സമ്പ്രദായം, അയ്യകാർ സമ്പ്രദായം. അദ്ദേഹം സ്ഥാപിച്ച ഒരു കോട്ടയുടെ പേര് എന്താണ്? ബേലൂർ കോട്ട. ഇത് ഇത്രയും ഓർത്തു വെക്കുക. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് നോക്കി. വിജയനഗര രാജവംശങ്ങൾ ഏതൊക്കെയാണ്? സംഗമ, സാലുവ, തുളുവ, അരവീഡു എന്നീ 4 രാജവംശങ്ങളാണ് വിജയനഗരത്തിൽ ഭരണം നടത്തിയത്. തുളുവ വംശത്തിലെ ഭരണാധികാരിയായിരുന്നു ആര്? കൃഷ്ണദേവരായർ. ആരായിരുന്നു? തുളുവ രാജവംശത്തിലെ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. അതും ഓർത്തു വയ്ക്കുക. അടുത്തത് മറാത്ത ഭരണം. മറാത്ത ഭരണം എന്താണെന്ന് നോക്കാം. അതായത് 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന മറാത്ത രാജ്യം, 17-ാം നൂറ്റാണ്ടിൽ ആണ് മറാത്ത രാജ്യം ഉണ്ടായിരുന്നതെന്ന് അറിയപ്പെടുന്നു. മധ്യകാല ഇന്ത്യയിലെ മറ്റു ഭരണാധികാരികളെ പോലെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം, സൈന്യം അതുപോലെ തുടങ്ങിയ എല്ലാ അധികാരങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു, ഈ മറാത്ത ഭരണത്തിൽ ഉണ്ടായിരുന്നു. ഇത് ആരാണ് നിയന്ത്രിച്ചിരുന്നത്? രാജാവായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. മറാത്തയിലെ ഭരണാധികാരിയായിരുന്നു ആര്? ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ വിവിധ മന്ത്രിമാരെയും അവരുടെ ചുമതലകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മറാത്ത ഭരണാധികാരി ആരായിരുന്നു? ശിവജി. ഛത്രപതി ശിവജിയെ അറിഞ്ഞൂടാത്ത ആരും കാണത്തില്ല അല്ലേ? അപ്പോൾ ശിവജിയെ കുറിച്ച് ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മറാത്ത ഭരണത്തിലെ പ്രമുഖരായ ഭരണാധികാരിയായിരുന്നു നമ്മുടെ ശിവജി. അപ്പോൾ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന് പറയുന്ന സമിതിയിലെ വിവിധ മന്ത്രിമാരെ അതുപോലെ തന്നെ അവരെ ഏർപ്പെടുത്തിയിരുന്ന ചുമതലകൾ എന്താണെന്ന് നോക്കാം. അതായത് എന്താണ് അഷ്ടപ്രധാൻ? അഷ്ടപ്രധാനിൽ വരുന്ന ചുമതലകൾ എന്താണ്? അതായത് പേഷ്യ എന്ന് പറയുന്ന പ്രധാനമന്ത്രി, ന്യായാധ്യക്ഷൻ എന്ന് പറയുന്ന മുഖ്യ ന്യായാധിപനെയാണ് ന്യായാധ്യക്ഷൻ എന്നറിയപ്പെടുന്നത്. ധനകാര്യ വകുപ്പിലുള്ളവരെ അമാത്യൻ എന്നറിയപ്പെട്ടു. രാജകീയ കത്തിടപാടുകൾ നടത്തിയവരെ സജീവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അതുപോലെ തന്നെ രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി മന്ത്രി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മതകാര്യം, ദാനധർമ്മം എന്നിവ ചെയ്യുന്നവരെ പണ്ഡിതറാവു എന്ന പേരിൽ അറിയപ്പെട്ടു. അതുപോലെ തന്നെ സുമന്ത് എന്ന് പറയുന്നത് വിദേശകാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നവരെ സുമന്ത് എന്നറിയപ്പെട്ടു. സൈനികം നോക്കി നടത്തുന്ന ആളുകളെ അറിയപ്പെട്ട പേരാണ് സേനാപതി. അപ്പോൾ ഇതൊക്കെയാണ് അഷ്ടപ്രധാനിന്റെ കടമകൾ. അതായത് എത്ര തരത്തിൽ? പേഷ്യ, അതുപോലെ തന്നെ ന്യായാധ്യക്ഷൻ, അമാത്യൻ, സജീവൻ, അതുപോലെ തന്നെ മന്ത്രി, അതുപോലെ ആരുണ്ട്? പണ്ഡിതറാവു, സുമന്ത്, സേനാപതി. ഇവരുടെയൊക്കെ ചുമതലകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അഷ്ടപ്രധാൻ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ശിവജിയാണ്. നമ്മുടെ മറാത്ത ഭരണത്തിന്റെ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? ശിവജിയാണ്. ഓർത്തു വയ്ക്കുക. അടുത്തത് മന്ത്രിസഭയുടെ പിന്തുണയുള്ള കേന്ദ്രീകൃത ഭരണമാണ് മറാത്ത ഭരണത്തിൽ ഉണ്ടായിരുന്നത്. ഇവർക്കൊരു മന്ത്രിസഭ തന്നെ ഉണ്ടായിരുന്നു കേന്ദ്രീകൃത ഭരണത്തിന് എന്ന് ഓർത്തു വെക്കുക. മന്ത്രിമാർ എന്തായിരുന്നു? ഉപദേശകർ മാത്രമായിരുന്നു. അവരുടെ പദവികൾ പരമ്പരാഗതമായിരുന്നില്ല. മറാത്ത ഭരണത്തിന്റെ മറ്റു ചില സവിശേഷതകളാണ് ഉദ്യോഗസ്ഥരെ കുറിച്ചും രാജകാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കാൻ ശക്തമായ ഒരു രഹസ്യ അന്വേഷണ സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാന സവിശേഷത. പിന്നെ അതുപോലെ തന്നെ പ്രാദേശിക ഭരണം ഇവിടെയും ഉണ്ടായിരുന്നു. മറാത്ത ഭരണത്തിലും പ്രാദേശിക ഭരണം ഉണ്ടായിരുന്നു.
അടുത്ത നമ്മൾ ഛത്രപതി കുറിച്ച് നോക്കാം. അതായത് 1674 റായ്ഗഡ് കോട്ടയിൽ വെച്ചാണ് ശിവജിയുടെ സ്ഥാനാരോഹണം നടന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, ശിവജിയുടെ സ്ഥാനാരോഹണം നടന്നത് എവിടെ വെച്ചാണ്? റായ്ഗഡ് കോട്ടയിൽ വെച്ചാണ്. അതിനുശേഷം അദ്ദേഹം ഛത്രപതി എന്ന പേര് സ്വീകരിച്ചു. അപ്പൊ ഛത്രപതി എന്നറിയപ്പെടുന്ന ആരെയാണ്? ശിവജിയാണ്. അദ്ദേഹം ഈ സ്ഥാനം സ്വീകരിച്ചത് എവിടെ വെച്ചിട്ടാണ്? റായ്ഗഡ് കോട്ട. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് മറാത്ത ഭരണകാലത്തെ പ്രാദേശിക ഭരണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു, രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി വിവിധ വിഭാഗങ്ങളായി വിഭജിച്ചിരുന്നു. പ്രവിശ്യകൾ, ജില്ലകൾ, അത് രണ്ടും കൂടെ ചേർത്ത് എന്ത് പറയും? പ്രാന്തങ്ങൾ എന്നറിയപ്പെടും. അടുത്ത് പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിവയായിരുന്നു അവ. ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നത് രാജാവ് നേരിട്ടാണ് രാജാവ് ഉദ്യോഗസ്ഥരെ നിയമിച്ചത്. അതുപോലെ തന്നെ ഇത് കൂടാതെ തന്നെ സ്വരാജ്യ, അതുപോലെ തന്നെ മുഗളൈ എന്നിങ്ങനെയൊക്കെ രാജ്യത്തെ രണ്ടായി വിഭജിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്, സ്വരാജ്യ, മുഗളൈ എന്നിങ്ങനെയൊക്കെ രാജ്യത്തെ വിഭജിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ശിവജിയാണ്. അതായത് സ്വരാജ്യം മറ്റുള്ളവരിൽ ആക്രമിച്ച് കീഴടക്കിയ പ്രദേശങ്ങളാണ് സ്വരാജ്യം. ഭൂപ്രദേശങ്ങളായിരുന്നു. മറാത്തക്കാരുടെ ഭൂപ്രദേശങ്ങളെ അറിയപ്പെട്ട പേരാണ് സ്വരാജ്യം. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, മറാത്തക്കാരുടെ ഭൂപ്രദേശങ്ങളെ അറിയപ്പെട്ട പേരെന്താണ്? സ്വരാജ്യം. മറ്റുള്ളവരിൽ നിന്ന് ആക്രമിച്ച് കീഴടക്കിയ പ്രദേശത്തെ അറിയപ്പെട്ട പേരാണ് മുഗളൈ. ഓർത്തു വെക്കുക, എന്താണ്? മുഗളൈ. മറാത്ത രാജ്യത്ത് നിന്നും പിരിച്ചിരുന്ന ഭൂനികുതിക്ക് പുറമെ കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്ന് ചൗദ്, സർദേശ് മുഖി എന്നിങ്ങനെ 2 തരം നികുതികൾ പിരിച്ചെടുത്തു. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ചൗദ്, സർദേശ് മുഖി എന്നീ നികുതി പദ്ധതികൾ നിലവിൽ നിന്നിരുന്ന സ്ഥലം, അതായത് രാജ്യം ഏതായിരുന്നു, അല്ലെങ്കിൽ ആരുടെ ഭരണകാലത്തായിരുന്നു? ആരുടെയാണ്? മറാത്ത ഭരണകാലത്ത്, നമ്മുടെ ശിവജിയുടെ കാലത്താണ്. ഓർത്തു വെക്കുക. അദ്ദേഹം ഉദ്യോഗസ്ഥരെ നിയമിച്ചത് എങ്ങനെയാണ്? സ്വരാജ്യ, മുഗളൈ എന്ന് പറയുന്ന 2 രീതിയിലാണ്. അതുപോലെ തന്നെ ഭൂപ്രദേശങ്ങളെ ഇവർ സ്വരാജ്യ എന്നും മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചടക്കുന്നതിനെ മുഗളൈ എന്നുമാണ് പറഞ്ഞിരുന്നത്. ഇവരുടെ നികുതി സമ്പ്രദായം എങ്ങനെയായിരുന്നു? 2 രീതിയിലായിരുന്നു, ചൗദ്, സർദേശ് മുഖി. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിലവിലിരുന്ന ഭരണ സമ്പ്രദായങ്ങളിൽ അടിസ്ഥാനപരമായ നിരവധി മാറ്റങ്ങൾ എന്ത് ചെയ്തു? മധ്യകാല കാലത്തൊക്കെ ഉണ്ടായി. അന്നത്തെ ഭരണാധികാരികൾ ആവിഷ്കരിച്ച പല ഭരണ സമ്പ്രദായങ്ങളും സ്വാധീനം പിൽക്കാല ഭരണ രീതികളിൽ കാണാവുന്നതാണ്. അതായത് അപ്പോൾ നമ്മളിപ്പോ പഠിച്ച എന്താണ്? മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിവിധ ഭരണ സമ്പ്രദായത്തെ കുറിച്ചാണ്. അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, once again I will repeat. Okay, അപ്പോൾ എന്താണ് മധ്യകാല ഇന്ത്യ? ഓക്കെ, സൽത്തനത്ത് ഭരണം, മുഗൾ ഭരണം, ചോള ഭരണം, വിജയനഗര ഭരണം, മറാത്ത ഭരണം, ഈ ഭരണങ്ങളെല്ലാം നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് പഠിച്ചത്. സൽത്തനത്ത് ഭരണത്തിൽ എന്തോന്നൊക്കെ ഉണ്ടായിരുന്നു? കേന്ദ്ര ഭരണം ഉണ്ടായിരുന്നു, പ്രാദേശിക ഭരണം ഉണ്ടായിരുന്നു, ഇക്ത സമ്പ്രദായം ഉണ്ടായിരുന്നു, കമ്പോള പരിഷ്കരണം ഉണ്ടായിരുന്നു. മുഗൾ ഭരണത്തിലാണെങ്കിലോ കേന്ദ്ര ഭരണം, പ്രാദേശിക ഭരണം, അതുപോലെ ദിന്നിലാഹി, മാനസബ്ദാരി, ജാഗിർദാരി, ഇതെല്ലാം മുഗൾ ഭരണത്തിലായിരുന്നു എന്ന് ഓർത്തു വെക്കുക. ചോള ഭരണം എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്ര ഭരണം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗ്രാമ സ്വയംഭരണം ഉണ്ടായിരുന്നു. വിജയനഗര ഭരണം വരുമ്പോൾ എന്താണ്? നായങ്കര സമ്പ്രദായം അഥവാ കേന്ദ്ര ഭരണത്തെ നായങ്കര സമ്പ്രദായം എന്നറിയപ്പെട്ടു. പ്രാദേശിക ഭരണത്തെ അയ്യക്കാർ സമ്പ്രദായം എന്നറിയപ്പെട്ടു. മറാത്ത ഭരണത്തിൽ കേന്ദ്ര ഭരണത്തിന് അറിയപ്പെട്ട പേര് അഷ്ടപ്രധാൻ എന്നും പിന്നെ പ്രാദേശിക ഭരണം ഉണ്ടായിരുന്നു. ഇത് ഈ പാഠഭാഗം നല്ല പോലെ വായിച്ചതിന് ശേഷം അവസാനം മാത്രം ഇത് നോക്കുക. അപ്പൊ നമ്മളെ മനസ്സിൽ പെട്ടെന്ന് ഇത് പതിഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് പഠിച്ചത്. ഈ ചാപ്റ്റർ വളരെ നല്ല ഒരു അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ എല്ലാവരും ഇത് നല്ല പോലെ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് നല്ല പോലെ വായിക്കുക. അടുത്ത ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നൗ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് സെക്ഷൻ. If you like my channel, please like, share and subscribe. Okay, see you tomorrow. Okay, thank you.